ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും സ്പെഷ്യൽ ഹായ്. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ ഉറക്കം എണീറ്റിട്ടുണ്ട്. പാർക്കുട്ടി നേരെ ബാത്റൂമിൽ പോയിട്ടുണ്ട് ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബെഡും കാര്യങ്ങളൊന്നും ക്ലിയർ ചെയ്യുന്നില്ല, ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് തലമുടിയൊക്കെ ഒന്ന് ചെയ്യട്ടാ. ഞാൻ ആക്ച്വലി ഇന്നൊരു വ്ളോഗ് എടുക്കണ്ട എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു. പിന്നെ വിചാരിച്ചു എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ, കാരണം ടൈമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഓടി നടന്ന് ഷടപടേ ആയിരിക്കും. ആദ്യമേ തന്നെ ഡോർ ഓൾറെഡി ഞാൻ ലോക്ക് ഇളക്കിയിട്ടു, ഡോർ ഓപ്പൺ ചെയ്തിടും കേട്ടോ, അതാണ് ആദ്യത്തെ പണി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജസ്റ്റ് മഷ്റൂം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി ഒന്ന് തോരാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ചെറിയ രീതിയിൽ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ടുള്ളൊരു മഷ്റൂം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചടപടിയെന്ന് ഉണ്ടാക്കണം, കാരണം സമയം ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. വായോ. ആദ്യമേ അടുപ്പത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നല്ലേ, പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല. അതായത് ഈ കുന്തിരിക്കം ഉണ്ടല്ലോ, അതൊന്ന് കത്തിക്കാനാണ്. ഇതിൽ കുന്തിരിക്കോ എന്നല്ല, വേറെന്തോ പേരുണ്ട്. ആക്ച്വലി എനിക്കറിയില്ല, പേരറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് കത്തിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. ഇതാണെങ്കിൽ നല്ല അടിപൊളി ഒരു സാധനമാണ്. ഒന്നാമത്തെ കേസ് നല്ല അടിപൊളി മണമായിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കിച്ചണിൽ ചെറിയ ഈച്ച പോലുള്ള സാധനങ്ങളില്ലേ, കുറ്റീച്ച എന്ന് പറയും ഇവിടെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇത് പോകും കേട്ടോ. പിന്നെ ഇത് ഞാൻ റൂമിലത്തേന് വാങ്ങിച്ച ഡെക്കറാണ്. കിച്ചണിലത്തേന് വേറെ എന്തെങ്കിലും ഒരു ഡെക്കർ വാങ്ങണം എനിക്കിത് കത്തിച്ച് വയ്ക്കാനായിട്ട്. ഞാനിപ്പോൾ റൂമിലും കിച്ചണിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ പാറക്കുട്ടി വന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നിന്ന് പാറിൻ്റെ കഥ കേൾക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പണിയെടുത്തോട്ട് എൻ്റെ പാറക്കുട്ടികളുടെ മറുപടിയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്താണ് പറഞ്ഞതെന്ന് ആക്ച്വലി എനിക്ക് ഓർമ്മയില്ലേ. അപ്പോൾ എന്നിട്ട് ഇതേ പാറക്കുട്ടി അവിടേക്ക് നിന്ന് കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ നമുക്കിനി ബിരിയാണിയുടെ പരിപാടി നോക്കാം. ഞാൻ 3 ഗ്രാമ്പും കുറച്ച് പട്ടയും പിന്നെ ഒരു സ്റ്റാറും ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുത്തിടാം. എന്നിട്ട് അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മഷ്റൂമിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. മഷ്റൂം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ സവാളയും അതെല്ലാം കൂടി ഇട്ട് വെച്ചേക്കുകയല്ലേ ആ കുക്കറിൽ, അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പരിപാടിയും കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ അത് വഴണ്ട് വന്നപ്പോഴത്തേന് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ഞാൻ പൊടിപ്പിച്ച് വെച്ച ഗരം മസാലയാണ്, പിന്നെ ഉപ്പ് ഇട്ട് അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ഇട്ട് കൊടുത്തിടാം. അതൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അരി ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് അരിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് വെള്ളം, ചീര സംഭാർ റൈസാണ് വെക്കുന്നത്, 2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയൊരു നാരങ്ങയുടെ പകുതി മുറിച്ച് അതിൻ്റെ ജ്യൂസ് ഇട്ട് കൊടുത്തു, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ അടച്ചു വെച്ച് 2 വിസിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി റെഡിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബിരിയാണി റെസിപ്പിയാണ്. അത് കഴിഞ്ഞിട്ട് പാറക്കുട്ടിക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ചോളം എടുത്ത് അവിക്കാമെന്ന് കരുതി. സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അത് ഒരെണ്ണം മതി കേട്ടോ. ഒരെണ്ണം എന്ന് പറയുമ്പോൾ 1 പീസേ അവൾ കഴിക്കുള്ളൂ. ഒരെണ്ണത്തിൻ്റെ ഞാൻ 3ആയിട്ട് കട്ട് ചെയ്യും. അതിലൊരു പീസൊക്കെ അവൾക്ക് കൊടുത്തുവിടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരെണ്ണം എടുത്ത് അതിൻ്റെ തോടൊക്കെ പൊളിച്ച് വൃത്തിയാക്കി ഞാൻ ഇഡ്ഡലി തട്ടിലോട്ട് വെക്കാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, ഒരെണ്ണത്തിന് 3ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അടുപ്പത്താക്കിയപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. അപ്പോൾ പാറക്കുട്ടിക്ക് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് മതി എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത്. അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും കഴിക്കത്തില്ല കേട്ടോ, കുറച്ചേ കഴിക്കുള്ളൂ. പപ്പക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഷമാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. പപ്പായ വേണ്ട, പപ്പായ വേണ്ട, പപ്പായ അവർക്ക് ഇഷ്ടമില്ല. ഞാൻ കിച്ചണിലെ പണിയിലായതുകൊണ്ട് തന്നെ പാറക്കുട്ടി ഒരു 4-5 വട്ടമെങ്കിലും കിച്ചണിലോട്ട് വന്ന് എന്നെ നോക്കി എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ബിരിയാണി സെറ്റായി കേട്ടോ. 2 വിസിലിട്ട് ഇനി അതിൻ്റെ എന്താണ് എയറൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേന് ബിരിയാണി സൂപ്പറാണ്. ഇനി അതിലേക്ക് അവർക്ക് സാലഡ് ഉണ്ടാക്കണം. സാലഡ് ഉണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഇട്ടിട്ടാണ് സാലഡ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ കുക്കുംബർ ഉണ്ടെങ്കിൽ കുക്കുംബർ ഇടും. അപ്പോൾ ഇന്ന് അധികം ഫ്രൂട്ട്സ് എന്ന് പറയാൻ ഇതേ ഉള്ളൂ, മാങ്ങയും ഷമാമൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഷമാം ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം, അവർക്ക് ഇഷ്ടമാണത്. ഇല്ല, അമ്മ ഉപ്പ് കൂടി പോകരുതെന്ന്. കഴിഞ്ഞ ദിവസം ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കൊടുത്തു. ടൊമാറ്റോ റൈസും സാലഡും. ടൊമാറ്റോ റൈസിനും പാവം ഉപ്പ് കൂടിപ്പോയി, സാലഡിനും ഉപ്പ് കൂടിപ്പോയി. അപ്പൊ രണ്ടും കൂടി ഭയങ്കര ഉപ്പായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ പറയണം അമ്മ ഉപ്പ് കൂടി പോകരുതേ എന്ന്. കണ്ടോ,
ഇത്രയും കഴിക്കും കേട്ടോ, കഴിപ്പിക്കും ഞാൻ, ഇല്ലെങ്കിൽ വയറ് സെറ്റ് ആവില്ല. ഇത് കഴിച്ചാൽ വയറ് ഫില്ലാവുമോ എന്ന് ചോദിക്കാം. അവൾക്ക് ഫില്ലാവും. അവൾക്ക് അങ്ങനെ എന്താണ് പുട്ടും പയറും ഇഡ്ഡലിയും സാമ്പാറും തന്നെ വേണമെന്നൊന്നുമില്ല. അവൾക്ക് ഷേക്കോ ബ്രെഡോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മതി. അപ്പം ഇത് കൊടുക്കട്ടെ. റെഡി ആവുന്നതിൻ്റെ ഇടയിൽ അവൾ ഗൈസ് പാറക്കുട്ടിയുടെ യൂണിഫോം കിട്ടിയത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കുറച്ച് ലേറ്റ് എന്ന് വെച്ചാൽ 10-20 ദിവസം ലേറ്റ് ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ പാറക്കുട്ടി ഇതുവരെ യൂണിഫോം ഇട്ട് തുടങ്ങിയില്ല. അപ്പം ഇന്ന് മിഡ് ടൈം എക്സാം, ഇന്ന് എന്തോ എക്സാം പാറു? മിഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ യൂണിഫോം ഇട്ട് കൊടുത്തുവിടാന്ന് കരുതി. ഓൾറെഡി ഏകദേശം എല്ലാം തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ബട്ടൺ വെക്കുന്ന പരിപാടിയൊക്കെ ഉള്ളു. അപ്പോഴാണ് ഓർത്തത് എംബ്ലം വെച്ചിട്ടില്ല. അപ്പോൾ എംബ്ലം വെക്കട്ടെ പെട്ടെന്ന്. ലെഫ്റ്റ് സൈഡിലല്ലേ? ഫോട്ടോയില് ലെഫ്റ്റിലാണ്. ആ സൈഡ്. കഴിഞ്ഞ വർഷം വരെ കോട്ട് ഉണ്ടായിരുന്നില്ല, ഇത്തവണ കോട്ട് ഉണ്ട്. അപ്പോൾ കോട്ടിലാണ് ഞാൻ എംബ്ലം വെക്കുന്നത്. എംബ്ലം വെച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾ പറയുന്നത് അവളുടെ പാൻറ് അവൾക്ക് കറക്റ്റ് അല്ല, കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതും ചെയ്ത് കൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ ചോളമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. കുക്കറിൽ ചോറും ആയിട്ടുണ്ട്. പാറക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം. ബിരിയാണി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സാലഡ് ഞാൻ പറഞ്ഞില്ലേ, ഷമാം ഇട്ടിട്ടാണ് ഞാനിന്ന് സാലഡ് ഉണ്ടാക്കിയേക്കണം. അവൾക്ക് ബ്ലൂബെറി മാങ്ങ ഇതൊക്കെ ഇട്ടിട്ടുള്ള സാലഡ് ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഉള്ളിൽ പോവും. ഭയങ്കര ഇച്ചിരി ഒന്ന് സ്വീറ്റ് ആയിട്ടിരിക്കും. അത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നാരങ്ങ നീര്, ഒരു ഇച്ചിരി മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതും ഞാൻ സൈഡായിട്ട് കഴിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തട്ടിൽ സ്വീറ്റ് കോണും മുകളിലത്തെ തട്ടിലായിട്ട് നമ്മുടെ മഷ്റൂം ബിരിയാണിയും വെച്ച് ലഞ്ച് ബോക്സ് സെറ്റാക്കി. ഇത് നമ്മുടെ സാലഡ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ടംബ്ലറിൽ നല്ല തണുത്ത വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും പാറക്കുട്ടി റെഡിയായി വന്നിട്ട് പോകാനായിട്ട്. പാറക്കുട്ടിക്ക് പാൻറ് ഇത്തവണ സ്റ്റിച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറക്കുട്ടി പോയി, പാറക്കുട്ടിയെ സ്കൂളിലാക്കി. ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ കിച്ചൺ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ആക്ച്വലി എനിക്ക് സമയമില്ല. സോ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോളത്തിൻ്റെ തക്കാളി ബാക്കിയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് തീരെ സമയമില്ല. എനിക്ക് കുളിക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ ഗൈസ്. കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. എന്നാൽ യൂണിഫോമിൻ്റെ പരിപാടിയും പിന്നെ എല്ലാം കൂടി ആയിട്ടിരുന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ചടപടേന്ന് ഒന്ന് റെഡി ആവട്ടെ. അവൾ മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കാതാണ് പോയത്. അപ്പോൾ ഞാനൊന്ന് റെഡി ആവട്ടെ. പെട്ടെന്നൊരു കുളിയൊക്കെ പാസ്സാക്കി ഓടിപ്പടച്ച് ഞാൻ ഇറങ്ങിയ പാടെ ഞാൻ കമ്മലിടാൻ മറന്നു പോയടാ. അപ്പോൾ നേരെ ഞാൻ പോയത് പോകുന്ന വഴിക്ക് സ്ഥിരമായിട്ട് ചായ കുടിക്കുന്നൊരു ചായക്കടയുണ്ട്. അവിടെ നിന്ന് ചായയല്ല കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സമോസയും കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു 11:30 ആയപ്പോൾ എനിക്ക് കുറച്ച് ബ്രേക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വേറെ നല്ല മാങ്ങയും ഷമാമുമാണ്. അപ്പോൾ ഞാൻ അത് അടിപൊളിയായിട്ട് അവിടെ നിന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചേട്ടാ. ഇതൊക്കെ കൂടെ കഴിച്ചപ്പോഴത്തേനും എനിക്ക് വയറ് നല്ല ഫില്ലായി. രാവിലെ എനിക്ക് അത്ര വിശപ്പ് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കഴിച്ചപ്പോഴാണ് എനിക്കൊന്ന് വയറ് ഓക്കെ ആയത്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നേട്ടാ. ഓക്കെ, എന്ത് ടള്ളായിട്ടിരിക്കണം. എനിക്ക് തീരെ വയ്യ. നല്ല വയറുവേദനയും ശരീരവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് സാലഡ് ഉണ്ടാക്കി, രാവിലെ ഉണ്ടാക്കിയ മഷ്റൂം ബിരിയാണിയും കഴിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ടൈം കിട്ടുമെന്ന് അറിയില്ല. ടൈം കിട്ടുമെങ്കിൽ ഇരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോകാം. അതാകുമ്പോൾ വൈകുന്നേരം വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണേ. സാലഡും പപ്പടവും ഞാൻ ഇപ്പോൾ വന്നിട്ടുണ്ടാക്കിയതാണ്. എന്തായാലും നല്ല അടിപൊളി മഷ്റൂം ബിരിയാണി ആയിരുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ ജോലിക്ക് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് വൈകുന്നേരം ഞാൻ കുറച്ച് മീൻ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത്. ഗൈസ്, ജോലി കഴിഞ്ഞ് വന്ന പാടെ ഞാൻ ആക്ച്വലി കുളിച്ച് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല. ഞാൻ നേരെ കിച്ചണിലോട്ട് കയറി. ഭയങ്കര ടയർഡാണ്. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയാലോ, എനിക്ക് ഒന്ന് കുളിച്ചാൽ മതി എന്നുള്ളൊരു ഫീലാണ്. പക്ഷെ ഞാൻ അടുക്കളയിലോട്ട് കയറിയിട്ട് നല്ല നെത്തോലി മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കൊഴുവ, ചില സ്ഥലത്ത് കൊഴുവ എന്നല്ലേ പറയണം. അപ്പം നമ്മുടെ നെത്തോലി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് തല മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അവർ. അപ്പം ഞാൻ ബാക്കി അതിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വാലൊക്കെ മുറിച്ച് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി തേങ്ങയും ചുരണ്ടി വെച്ച് കേട്ടോ. ഞാനിങ്ങനെ വറുത്തരച്ചിട്ടൊന്നും അല്ല നെത്തോലി വെക്കുന്നത്. നെത്തോലി വെക്കുമ്പോഴുണ്ടല്ലോ പച്ച തക്കാളി, പുളിഞ്ചിക്ക, ഇരുമ്പം പുള്ളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. വെറുതെ ജസ്റ്റ് തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി അരയ്ക്കുന്നു. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇടാമേ.
അരയ്ക്കുന്നു. പിന്നെന്താണ്, അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, പിന്നെ തക്കാളി പച്ചമുളകും മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കീറിയിടുക, കറിവേപ്പില ഇടുക, സെറ്റ്. ഇതാണ് സിമ്പിൾ പരിപാടിയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അരച്ച് അതിനെ അടുപ്പത്തോട്ടാക്കിയിട്ട് ഒന്ന് കുളിക്കണം, തലയിൽ എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് അരച്ച് അടുപ്പത്താക്കിയിട്ട് എണ്ണ തേച്ച് വെക്കാം എന്നുള്ള പ്ലാനാണ്. അപ്പോൾ എന്നിട്ട് എനിക്ക് കുറച്ച് ഇപ്പം എടുത്ത കുറച്ച് പാത്രങ്ങൾ കഴിക്കാണ്ട്. പിന്നെ ഞാൻ കുറച്ച് പ്ലം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ്. നല്ല പഴുത്ത പ്ലം, നല്ല മണവുമുണ്ട്. പുളിപ്പുണ്ടോ എന്നറിയില്ല, കഴിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇവിടെ വെട്ടത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്. മധുരമുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്, നല്ല വെട്ട പ്ലം, ചെറി എന്ന് പറയാൻ പ്ലം. അപ്പം ഞാനിതൊന്ന് അരച്ചടുപ്പത്താകട്ടെ. നെത്തോലി ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേനെ കുറച്ച് കല്ലുപ്പിട്ട് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള ആ ഒരു വെള്ള കളറിലൊരു സാധനമില്ല, അതൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അരപ്പ് ചേർക്കുകയാണ്. വേറൊന്നുമില്ല, തേങ്ങ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ഞാൻ പുളി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർക്കുട്ടി വന്നിട്ട് പ്ലം കണ്ടിട്ടുള്ള സന്തോഷമാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലം അത്രയേ ഉള്ളോ, അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഓടി വന്ന് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് പോയി കേട്ടോ. എന്നിട്ട് എന്തോ പ്ലമ്മിൻ്റെ പോലെ അമ്മയുടെ കവിൾ ഇങ്ങനെ ബൾജായിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് സൂയിപ്പിച്ച് ഒരു ഉമ്മയും കൂടെ തന്നിട്ടാണ് കക്ഷി പോയത്. പിന്നെ എന്തൊക്കെയോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻകറിയുടെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരപ്പ് ചേർത്തു, പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഉപ്പും കൂടി ഇടും. എന്നിട്ട് ഞാൻ ഇപ്പോൾ തക്കാളിയാണ്, പച്ചത്തക്കാളിയും പുളിഞ്ചിക്കൊക്കെ ഇടുകയാണെങ്കിൽ, ഇരുമ്പുളിയൊക്കെ ഇടുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിതിൽ തക്കാളിയും മുരിങ്ങയ്ക്കും പച്ചമുളകും മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് ഇത് അടുപ്പത്താക്കിയിട്ട് ഞാൻ അടുത്ത പരിപാടിയിലോട്ട് കടക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര ഹെയർ ഫോൾ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഹെയർ ഫോള്. അപ്പോൾ കുറേ റിവ്യൂ കണ്ടിട്ട് ഞാനൊരു ഓയിലും ഷാമ്പുവും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് ഒരു 1 month കഴിയുമ്പോഴത്തേനും ഞാൻ ഏതാണ് യൂസ് ചെയ്യണത്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാം. കാരണം ഇപ്പോൾ വാങ്ങിച്ച ഉടനെ ഞാൻ അതിൻ്റെ റിവ്യൂ പറയാൻ കണക്കിന് എനിക്കറിയില്ല. ഞാൻ കുറേ റിവ്യൂ കണ്ടിട്ടൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വന്നിട്ടുണ്ട് ഇന്ന്. ഞാനത് ജസ്റ്റ് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്ക് തല നല്ലതായിട്ടൊന്ന് തണുക്ക കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. ഞാൻ ആ എണ്ണ പൊട്ടിച്ചൊന്ന് മണത്ത് നോക്കി. എൻ്റെ പൊന്നു, എനിക്ക് നെസ്റ്റ് പിടിച്ചു. അപ്പം ഞാൻ പാറുവിനോട് പറയുകയും ചെയ്തു, പണ്ട് അമ്മ കാച്ചുന്ന എണ്ണയുടെ അതേ മണമെന്ന്. പണ്ടുണ്ടല്ലോ എനിക്ക് നീണ്ട നല്ല തിക്നെസ്സുള്ള മുടിയായിരുന്നേ. ഇപ്പം റീസെൻ്റായിട്ടാണ് ഞാൻ മുടി ഇങ്ങനെ ഷോർട്ടായിട്ട് വെട്ടിയതും ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയതും ഒക്കെ. അപ്പോൾ അതുവരെ എനിക്ക് കനമുള്ള നീണ്ട മുടിയായിരുന്നു. അപ്പോൾ അമ്മ ഉണ്ടല്ലോ സ്ഥിരമായിട്ട് എനിക്കിങ്ങനെ കൈ തോന്നി, പിന്നെ ചെമ്പരത്തി, പിന്നെന്താണ്, അങ്ങനെ കുറേ ഐറ്റംസ് നെല്ലിക്കയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എണ്ണ കാച്ചി തരുമായിരുന്നു. ആ എണ്ണയുടെ മണം കേട്ടോ. നമ്മൾ ഓൺലൈനിൽ 2 സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എക്സൈറ്റ്മെന്റ് കാരണം പൊട്ടിച്ചേട്ടാ പാറു. ഇതെന്താന്ന് വെച്ചാൽ ഒരു ഫ്ലോറൽ ടൈപ്പിലെ ബെഡ്ഷീറ്റാണ്. ഇത് മറ്റേ എലാസ്റ്റിക് അല്ലേ? എലാസ്റ്റിക് ഇല്ല ഗൈസ്, ഇത് എലാസ്റ്റിക് ഇല്ല, കുഴപ്പമില്ല, നൈസ് ആയിട്ടുണ്ട്. അതിന്റെ പില്ലോ ഡിഫറെന്റ് ആണ് കേട്ടോ ഡിസൈൻസ്, ബട്ട് അത് നല്ലൊരു ഭംഗിയാണ്. നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഇത് ഇന്നിപ്പോ സെറ്റ് ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല. ഓക്കെ, അടുത്ത സാധനം ഒരു മാറ്റാണ് വാങ്ങിച്ചത്. അതും പിങ്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ റൂം ഒന്ന് പിങ്ക് ഷെയ്ഡിൽ ചെയ്തേക്കുന്നത് കൊണ്ടാണ് പിങ്ക് വാങ്ങിച്ചത്. ഇത് ഞാൻ ഇപ്പോഴേ ഇടാൻ സാധ്യതയുണ്ട്. ഓ മൈ ഗോഡ്, റൗണ്ട് ഒരു മാറ്റ്. നമ്മുടെ ഇവിടെ ഇട്ടേക്കുന്ന ഒരു സ്ട്രെയിറ്റ് മാറ്റ് ആണല്ലോ, ഒരു ഡിഫറെന്റിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് വാങ്ങിച്ച സാധനങ്ങൾ.
കുളിയൊക്കെ കഴിഞ്ഞ് മടി പിടിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ വിളിച്ച് പറഞ്ഞത്, മക്കളെ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്, ഓടി വന്ന് എടുത്തോണ്ട് പോകുന്നേ. നല്ല നെല്ലിക്കയും ഡേറ്റ്സും കൂടി ചേർത്തിട്ടുള്ള അച്ചാറായിരുന്നു. അങ്ങനെ ഓടിപ്പോയി. പോയത് നല്ലതായിട്ട് അമ്മ കുറച്ച് ചക്കക്കുരു തോരനും മീൻകറിയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂട്ടി ഫുഡ് കഴിക്കുകയാണ്. അപ്പം അമ്മയടുത്ത് പോയിട്ട് വന്നപ്പോൾ തന്നെ പാറക്കുട്ടി പകുതി ഉറക്കമായി, അതായത് ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ പാറക്കുട്ടിക്ക് ഞാൻ ഫുഡൊക്കെ വാരിക്കൊടുത്തു, ഞാനും കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.